ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവർക്കും നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അറബി ആണെങ്കിലും, അതല്ലെങ്കിൽ സാധാരണ നമ്മളെ സംസാരത്തിൽ തന്നെ വന്നു പോകാറുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു സ്കൂളുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ 2 സ്കൂളുണ്ട്, അതല്ലെങ്കിൽ ഷെൽഫിൽ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറയും. ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉപയോഗിക്കൽ, വളരെ ലളിതമായി നമുക്കത് പറയാം. ഇക്കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ 2 കാര്യങ്ങളാണ് ഉപയോഗിക്കുക. അതായത് ദർ ഈസ് ആൻഡ് ദർ ആർ. ദർ ഈസ് ആൻഡ് ദർ ആർ. അപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, എൻ്റെ നാട്ടിൽ ഒരു സ്കൂളുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദർ ഈസ് എ സ്കൂൾ ഇൻ മൈ പ്ലേസ്. ദർ ഈസ് എ സ്കൂൾ ഇൻ മൈ പ്ലേസ് എന്ന് പറയും. ഇത് പറയുമ്പോൾ അവിടെ എന്നൊരർത്ഥം അതിൽ നിന്ന് വരരുത്. പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ദർ ഈസ് എന്ന് പറയുമ്പോൾ അവിടെ എന്നൊരർത്ഥം ചിലർ പറയും. അത് തെറ്റാണ്. അതായത് ദർ ഈസ് എ മാംഗോ ഓൺ ദ ട്രീ. മരത്തിൽ ഒരു മാങ്ങയുണ്ടെന്ന് പറയുമ്പോൾ മരത്തിൽ മാങ്ങയുണ്ടെന്ന് മാത്രമുള്ളൂ, അല്ലാതെ അവിടെ മരത്തിൽ ഒരു മാങ്ങയുണ്ട് എന്നില്ല. ഇതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ മനസ്സിൽ ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദർ ഈസ് കൊണ്ടാണ്. അതായത് ദർ ഈസ് എ ബെഞ്ച്, അല്ലെങ്കിൽ ദർ ഈസ് എ ക്യാറ്റ്, അങ്ങനെ ഞാൻ പറഞ്ഞത്. ദർ ഈസ് എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇൻ മൈ കൺട്രി. ഇൻ മൈ പ്ലേസ്, എൻ്റെ സ്ഥലത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ ദർ ഈസ് എ ആണ്, ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ദർ ഈസ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ദർ ആർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ധാരാളം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് ദർ ആർ ഉപയോഗിക്കുക. അതായത് ദർ ആർ 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ മൈ പ്ലേസ്. എൻ്റെ സ്ഥലത്ത് 2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ ദർ ആർ ആണ് ഉപയോഗിച്ചത്. അതേപോലെ ദർ ആർ സം പീപ്പിൾസ് ഇൻ മൈ ഹോം, അല്ലെങ്കിൽ ഇൻ മൈ ക്ലാസ്. ദർ ആർ സം സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് നൗ എന്നൊക്കെ പറയാം. ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ, ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ഓക്സിലറി ഉണ്ട്. അതായത് ഹാസ് എ ഹാവ്. അവൾക്കൊരു കാറുണ്ട്, അവൻക്കൊരു കാറുണ്ട്, എനിക്കൊരു കാറുണ്ട്, ഞങ്ങൾക്കൊരു കാറുണ്ട് എന്നെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്ന 2 വാചകങ്ങൾ. അതായത് ഹാവ്, ഹാസ്. അതും ഇതും ഒരു ബന്ധവുമില്ല. അതായത് ദർ ഈസ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അത് എന്തെങ്കിലും ഒരു സംഗതി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന ആശയം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നതിനാണ്. എന്നാൽ ഹാസും ഹാവും ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഉടമസ്ഥതയെ, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ അത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ദർ ഈസിനെ കുറിച്ചും ദർ ആറിനെ കുറിച്ചും. അപ്പോൾ ദർ ഈസിനെ കുറിച്ചും ദർ ആറിനെ കുറിച്ചും കൂടുതൽ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ആ വസ്തുവിൻ്റെ പേര്. അതായത് എന്ത് വസ്തുവാണെങ്കിലും, പുസ്തകമാണെങ്കിലും ബെഞ്ചാണെങ്കിലും ഡെസ്ക് ആണെങ്കിലും, ആ കാര്യത്തെ ഒന്ന് ഓർത്തെടുക്കുക. അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ട കാര്യം ഈ ദർ ഈസ് മാത്രമാണ്. അതുപോലെ എവിടെയാണുള്ളത് ആ ഒരു സംഗതികളും നമ്മൾ ഓർത്ത് വെച്ചാൽ അത്രയുള്ളൂ കാര്യങ്ങൾ. അതായത് ദർ ഈസ് എന്ന് നമ്മൾ ചേർക്കുക. എന്നിട്ട് എന്തൊരു സാധനമാണോ, ഒരു സാധനമാണെങ്കിൽ എ ചേർക്കുക. അതിൻ്റെ കൂടെ ആ വസ്തുവിൻ്റെ പേര് ദർ ഈസ് എ പെൻ. അതിനുശേഷം എവിടെയാണുള്ളത്, ഇൻ ദ പോക്കറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുക. ഇത്രയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇനി ദർ ആർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ദർ ചേർക്കുക. അതിൻ്റെ ശേഷം ഏത് വസ്തുവാണോ, എന്ത് വസ്തുക്കളാണോ അത് ചേർക്കുക. ദർ ആർ സം സ്റ്റുഡൻസ്, കുറച്ച് കുട്ടികൾ, അത് ചേർക്കുക. അവരെവിടെയാണുള്ളത്, ഇൻ ദ ക്ലാസ് റൂം, അവർ ക്ലാസ് റൂമിലുണ്ട്, അതും ചേർക്കുക. അത്ര കാര്യങ്ങൾ. അതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ സ്വയം ആലോചിക്കുക, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക, പുസ്തകത്തിൽ എഴുതി വെക്കുക, അങ്ങനെ പഠിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന സംഗതി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ധാരാളം നമ്മൾ പറഞ്ഞു. ഇനി ഉണ്ടോ, ആ കാര്യങ്ങളുണ്ടോ, അവിടെ പട്ടിയുണ്ടോ, കുട്ടികളുണ്ടോ, പിതാവുണ്ടോ വീട്ടിൽ എന്നെല്ലാം ചോദിക്കാനുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോ നിർബന്ധമായി എല്ലാവരും കാണുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇംഗ്ലീഷുകൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ എന്ന് മാത്രം പറഞ്ഞ്
അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.